ശ്രീ എസ് ജയകുമാർ സർക്കാരിൻ്റെ ഒരു പൈസ പോലും ചെലവഴിച്ചിട്ടില്ല, മാത്രമല്ല നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു അയ്യപ്പ ഭക്തരുടെ എന്നാണ് അവകാശപ്പെടുന്നത്. മന്ത്രിയും അത് തന്നെയാണ് പറയുന്നത്. എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തികച്ചും പൂർണ്ണ വിജയമായിരുന്നു. അയ്യപ്പ ഭക്തരുടെ, സർക്കാരിൻ്റെ അല്ല. സർക്കാർ സ്വയം തെളിയിച്ചു ഒരു കാര്യം: ഞങ്ങളുടെ കൂടെ ഭക്തന്മാരില്ല, പൊതുസമൂഹമില്ല. ഞങ്ങൾ പറഞ്ഞ ഓരോ വാക്കും തിരിച്ചടിച്ചുകൊണ്ട് ഈ കേരളത്തിലോ ഭാരതത്തിലോ അല്ല, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമെന്നോണം നിന്നിരുന്ന സർക്കാർ നടപടികൾ എന്താണോ അയ്യപ്പ ഭക്തന്മാർ പറഞ്ഞത് അത് സാധൂകരിക്കുന്ന തരത്തിൽ അത് വിജയിച്ചു. അവിടെയാണ് എൻ്റെ വിജയം. രണ്ടാമതൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എണ്ണത്തിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഞാൻ പറയുന്നത് നമ്മൾ പരസ്പരം തർക്കിക്കുകയോ അല്ലെങ്കിൽ വാർത്ത നോക്കുകയല്ല. ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ആഗോള തലത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് വളരെയധികം ഏതൊക്കെ തരത്തിലാണോ സർക്കാർ ജനങ്ങളെ ദ്രോഹിച്ചത് അതിനൊരു തിരിച്ചടി എന്നോണം ജനങ്ങളോട് പങ്കെടുക്കാതെ മാറി നിന്നു. ചില ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സർക്കാരാണ്, നമുക്കറിയാം, ഭരിക്കുന്ന സർക്കാർ, പോലീസുണ്ട്, അവർക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അവർക്ക് പല സ്വാധീനം ചെലുത്താൻ സാധിക്കും. അത്തരത്തിൽ ചില സ്വാധീനം ചെലുത്തിയും ചിലപ്പോൾ ചില ഭീഷണികൾ മുഴക്കിയും അത്തരത്തിലാണ് ഒരു ഭരണകൂടമാണല്ലോ. അപ്പോൾ ഭരണകൂടത്തിന് ഇത്തരത്തിലുള്ള കാര്യം ബലമായിട്ട് കൊണ്ടുവരാം. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലാണ്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ജോലി ചെയ്യുന്ന ജീവനക്കാർ, സർക്കാർ ജീവനക്കാർക്ക് അവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ കണ്ടത് ധാരാളം ടാഗൊക്കെ ഇട്ട് ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സർക്കാർ സ്പോൺസേഡ് ആയിരുന്നു, മുഴുവൻ ചെലവ് സർക്കാരിൻ്റെ ആയിരുന്നെന്നും ഭക്തജനങ്ങൾ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് നിന്നുവെന്നും നമ്മൾ തെളിയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം തന്നെ, ഈ ഒരു സർക്കാർ ഈ ഒരു വിഷയമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചയായി, നമ്മളെല്ലാം കണ്ടു. ഭക്തജനങ്ങൾക്കുള്ളിൽ തോന്നിയൊരു കാര്യം, സർക്കാർ ഇങ്ങനെ കപടമുഖം കാണിക്കുന്നു, അല്ലെങ്കിൽ കപട ഭക്തരെ കൊണ്ടുവരുന്നു. ഒരിക്കലും ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ നയിക്കുന്നത് സർക്കാരിനെ. അവർ ഇന്നേ ദിവസം വരെ ശരണമയ്യപ്പ എന്ന് വിളിച്ചതായിട്ട് എനിക്കറിയില്ല. പ്രധാന നേതൃത്വം ഞാൻ പറയുന്നത്. ഇന്നലെ തന്നെ അവിടെ വളരെ വേദന തോന്നിയൊരു കാര്യം, അവിടെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാമിയെ ശരണമയ്യ മുഷ്ടി ചുരുട്ടിയാണ് ചെയ്യുന്നത്. ഈ മുഷ്ടി ചുരുട്ടിയത് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ നെഞ്ചത്താണ് അവർ കൂട്ടുന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും അവരെന്താണെന്ന് അവർ തന്നെ കാണിച്ചു തന്നു. അത്തരത്തിൽ ഒരു ശരിയായ ഭക്തജനങ്ങളുടെ ഒരു സംഗമം വേണമെന്നുകൊണ്ടാണ് കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നാളെ അയ്യപ്പൻ്റെ മണ്ണിൽ ഒരു സംഗമം ചേരുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസം പ്രത്യേകിച്ച് നമ്മൾ വളരെ സൂക്ഷിച്ചിരിക്കും. നമ്മുടെ സെമിനാറുകളുടെ വിഷയം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിൽ ഈ പറഞ്ഞ വികസനമുണ്ട്, പക്ഷേ വിശ്വാസത്തോടൊപ്പമാണ് വികസനം. സംരക്ഷണം, നമ്മൾ മുമ്പ് ഉദ്ദേശിച്ചത് സംരക്ഷണം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക, സേഫ്റ്റി തെഫ്റ്റ് ആണെങ്കിൽ ഇന്ന് ദേവസ്വം ബോർഡിനെയാണ് നമ്മൾ സംശയിക്കുന്നത്, കോടതിയാണ് പറയുന്നത്, നമ്മളല്ല. അതുകൊണ്ട് ശബരിമലയുടെ സംരക്ഷണം ജനങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നാളെ നടക്കാൻ പോകുന്ന ഈ സംഗമത്തോടുകൂടി പുതിയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാകും. അത്രയും മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ.